സഖാവ് കെ വി കുഞ്ഞിരാമൻ CPM-ന്റെ പ്രവർത്തകരാണ് അവരൊക്കെ, നേതാക്കന്മാരാണ്. നേതാക്കന്മാരെ കാണാൻ തന്നെയാണ് വന്നത്. ഞാൻ CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്, ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയാണ്. ഞാൻ എഴുതിയിട്ടുള്ളൊരു പുസ്തകം അവർക്ക് വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ CPM-കാർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നതാണോ നിങ്ങളുടെ ധാരണ? ഇരട്ടക്കൊലയെ സംബന്ധിച്ച് പറയുന്ന നേരത്ത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ CPM-ന്റെ 2 പ്രവർത്തകന്മാരെ തിരുവോണത്തിൻ്റെ തലേ ദിവസം ഒരു 4 വർഷം മുമ്പാണല്ലോ കൊലപ്പെടുത്തിയത്. എന്താ നിങ്ങൾക്ക് വാർത്തയാക്കാൻ തോന്നാത്തത്? ഞാനിപ്പോൾ ഈ ജയിലിലെത്തിയിട്ടുള്ളത് കണ്ണപുരത്ത് CPM-ൻ്റെയും DYFI-യുടെയും മുശിരനായിട്ടുള്ള പ്രവർത്തകൻ സഖാവ് റീജിത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്ന് അതിലെ 9 പേരും RSSകാരായിട്ടുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. ആ റീജിത്ത് രക്തസാക്ഷിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ നിങ്ങളുടെ മാധ്യമധർമ്മബോധം അത് CPM-രുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അത് ഉയർത്തിപ്പിടിക്കാത്തത് എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഓരോ കേസിനും എത്ര വിശദാംശങ്ങളുണ്ടാവും. നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ, DYFI-ക്കാർ, SFI-ക്കാരൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നേരത്തൊന്നും നിങ്ങളുടെ ധർമ്മബോധം കാശിക്ക് പോയിരുന്നോ? പാർട്ടി തള്ളിപ്പറഞ്ഞ പ്രതികളെ കാണാൻ അതാ ഞാൻ പറഞ്ഞത്. അതിപ്പോൾ ഈ കണ്ണൂർ ജില്ലയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നല്ലോ ധീരജ്, ഓർമ്മയുണ്ടോ? ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകനായിട്ടുള്ള ധീരജിനെ കോളേജിനകത്ത് കയറി അവിടുത്തെ വിദ്യാർത്ഥിയല്ലാത്ത ഒരു കോൺഗ്രസ്സുകാരൻ കുത്തിക്കൊലപ്പെടുത്തി. ആ കൊലക്കേസിലെ പ്രതിയെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കൂട്ടി നടന്നപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു? നിങ്ങളുടെ ഈ ധാർമ്മിക ബോധം അന്നൊന്നും കണ്ടിട്ടില്ലല്ലോ. ഈ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ധീരജ് കൊലക്കേസിലെ പ്രതിയെ കൂട്ടി കോൺഗ്രസ് നേതാക്കന്മാർ പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങളിതൊക്കെ പറയുന്ന അവസരത്തിൽ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട KPCC-യുടെ ഒരു നേതാവുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് വീടിത്തൊഴിലാളിയായിരുന്ന കൊളങ്ങരത്ത് രാഘവനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി, ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി ഇപ്പോൾ KPCC എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതൊന്നും നിങ്ങൾക്ക് ഓർമ്മ വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ CPM വിരുദ്ധ ജ്വരം ബാധിച്ച് പക്ഷപാതപരമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുകയാണ്. അതിനെ ജനങ്ങൾ പുച്ഛത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. അല്ല, ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞു എൻ്റെ MLA ആയിരുന്നു സഖാവ് കെ വി കുഞ്ഞിരാമൻ. CPM-ന്റെ പ്രവർത്തകരാണ് അവരൊക്കെ, നേതാക്കന്മാരാണ്. നേതാക്കന്മാരെ കാണാൻ തന്നെയാണ് വന്നത്. ഞാൻ CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്, ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയാണ്. ഞാൻ എഴുതിയിട്ടുള്ളൊരു പുസ്തകം അവർക്ക് വായിക്കാൻ കൊടുത്തിട്ടുണ്ട്.